യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിന്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളെ ആത്മീക വചനചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ ഈ ചിന്തകളിലൂടെയൊക്കെ കടന്നു പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ടുള്ള ദൈവിക വിടുതൽ നമ്മൾ അനുഭവിക്കാനാണ്. നമുക്കറിയാം, ഇന്ന് അനേക ആളുകളും വിടുതൽ വിടുതൽ അനുഗ്രഹം അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ അങ്ങനെയുള്ള കാര്യങ്ങളാണ് ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത്. ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നത് പോലും വിടുതൽ പ്രാപിക്കുവാനാണ്, അനുഗ്രഹം പ്രാപിക്കുവാനാണ്. പക്ഷേ ദൈവത്തിൻ്റെ വചനം എന്താണ് അതിനെക്കുറിച്ച് പറയുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം ഉറപ്പാണ്, ദൈവവചനത്തിൽ കൂടെ അല്ലാതെ ഒരു അനുഗ്രഹം ആത്മീകരായ ദൈവമക്കൾക്ക് ലഭിക്കത്തില്ല. എന്നാൽ പിശാച് ഇന്ന് ചെയ്യുന്ന കാര്യം എന്താണ്? ദൈവസഭകൾ എന്ന് പറയുന്നവയെ പോലും, ആത്മീകമെന്ന് പറയുന്നവയെ പോലും നിയന്ത്രിക്കുന്ന, അവരുടെ സ്റ്റേജിൽ പോലും കയറി പിശാച് ശുശ്രൂഷിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തുവിന്റെ അടുക്കൽ പരീക്ഷയ്ക്കായി പിശാച് വന്ന് യേശുവിനെ പ്രലോഭിപ്പിക്കുമ്പോൾ ലോകം മുഴുവൻ കാണിച്ചിട്ട് ഇതൊക്കെ ഞാൻ നിനക്ക് തരാം എന്ന് പറയുമ്പോൾ നമ്മൾ ഹല്ലേലൂയയും സ്തോത്രവും പറയും. കാരണം ഐ ആം ഗോയിങ് ടു റിസീവ് സംതിങ്, ഞാൻ എന്തോ പ്രാപിക്കാൻ പോകുകയാണ്. ഇന്ന് ഇങ്ങനെയുള്ള പ്രസംഗമാണ് ആളുകൾ ഡിമാൻഡ് ചെയ്തത്. ഇനിയും എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്? അതിനു വേണ്ടി പിശാച് പറയുന്ന പോലെ വീണു വണങ്ങിയാൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം. വീണു വണങ്ങിയാൽ പലരും ആരാധിക്കുന്നത് പിശാചിനെയാണോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പലരുടെ സാക്ഷ്യം എന്താണ്? ഞാൻ ഇന്നടത്ത് പോയി ഇന്ന പോലെ ഞാൻ ചെയ്തപ്പോൾ എനിക്ക് അനുഗ്രഹം കിട്ടി, എനിക്ക് നന്മ കിട്ടി, എനിക്ക് സമ്പത്ത് കിട്ടി, എനിക്ക് ലോട്ടറി അടിച്ചു. ഇതൊക്കെയാണ് ആളുകൾ പറയുന്നത്. പല സാക്ഷ്യങ്ങളും അങ്ങനെയുള്ള സാക്ഷ്യങ്ങളായി മാറുകയാണ്. നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു, ഇതൊക്കെ ആത്മീകമാണോ എന്നുള്ളത്. ദൈവത്തിൻ്റെ വചനവുമായി തട്ടിച്ചു നോക്കുമ്പോൾ ദൈവം അനുഗ്രഹിക്കുന്ന ഒരു വ്യവസ്ഥയുണ്ട്, ദൈവത്തിൻ്റെതായിട്ടുള്ള ഒരു പ്രമാണമുണ്ട്. അതിനനുസരിച്ച് മാത്രമേ സംഭവിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയത് നമ്മൾ കേവലം പ്രസംഗിക്കാൻ വേണ്ടി മാത്രമല്ല. ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത് നമ്മൾ എപ്രകാരമായിരിക്കണം നമ്മുടെ ശുശ്രൂഷകൾ, എപ്രകാരമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനകൾ, എപ്രകാരമായിരിക്കണം നമ്മൾ ദൈവത്തോട് സമീപിക്കേണ്ടത് തുടങ്ങിയ അനേക കാര്യങ്ങൾ വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്രകാരം പറഞ്ഞു എന്ന് പറഞ്ഞ് പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾ വഞ്ചിക്കപ്പെടരുതെന്നുള്ള കാര്യം ഞാൻ ഇന്നത്തെ ഈ ശുശ്രൂഷയുടെ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിക്കുന്ന ചിന്തകൾ വാസ്തവത്തിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് നമ്മളുടെ ഈ ഭൂമിയിലെ ജീവിതത്തെക്കുറിച്ച് പറയുന്നത് എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നത്. നമ്മുടെ മനസ്സിനെ നാം ദൈവത്തെങ്കിലേക്ക് ഫോക്കസ് ചെയ്യണം, അല്ലെങ്കിൽ ആത്മാവിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കണം. അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മുടെ ചിന്ത ആത്മാവിൻ്റെ ചിന്തകളും നമ്മുടെ സ്വഭാവം ആത്മാവിൻ്റെ സ്വഭാവവുമായി മാറും. എന്നാൽ അതേ സ്ഥാനത്ത് നമ്മൾ ഈ ലോകത്തിലേക്കാണ് നമ്മുടെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നെങ്കിൽ, ഫോക്കസ് ചെയ്തിരിക്കുന്നെങ്കിൽ, നമ്മുടെ ചിന്ത ജഡത്തിൻ്റെ ചിന്തകളും നമ്മുടെ സ്വഭാവം ജഡത്തിൻ്റെ സ്വഭാവങ്ങളുമാകും. ജഡസ്വഭാവം അല്ലെങ്കിൽ ജഡത്തിൻ്റെ ചിന്ത അത് മരണമായി ഫലമാകുമ്പോൾ ആത്മാവിൻ്റെ ചിന്ത അത് ജീവനും സമാധാനമായി ഫലമാകുമെന്നും നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി. ഇന്ന് ഈ ഭൂമിയിൽ ഭൂരിപക്ഷം ആളുകളും ജഡത്തെ അനുസരിച്ചും ജഡസ്വഭാവമുള്ളവരും ലോകത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നവരുമാകയാൽ അവർ ദൈവത്തിൽ നിന്നും മരണം പ്രാപിച്ചവരാ. എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്നും അവർ സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു, ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു. ദൈവത്തോട് അവർക്ക് അടുത്ത് ചെല്ലുവാൻ കഴിയുന്നില്ല. പകരം അവർ പ്രഖ്യാപിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവം എന്നെ അനുഗ്രഹിച്ചു. നമ്മുടെ വീട്, നമ്മുടെ ജോലി, നമ്മുടെ വരുമാന മാർഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് പറയുന്നു, ദൈവം എന്നെ അനുഗ്രഹിച്ചു. എന്നാൽ ആത്മീയരായ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഭൂമിയിലെ അവരുടെ വീടുകളെ നോക്കിക്കൊണ്ടല്ല പറയുന്നത് ദൈവം എന്നെ അനുഗ്രഹിച്ചു എന്ന്. മറിച്ച് അവർ സന്തോഷിക്കുന്നതും അഭിമാനിക്കുന്നതും ദൈവത്തോടുള്ള അവരുടെ ബന്ധമാണ്, ദൈവത്തോടുള്ള അവരുടെ സമാധാനമാണ്, അവരുടെ ഉള്ളിൽ വസിക്കുന്നതായ ജീവനെക്കുറിച്ചുള്ളതായ ബോധമാണ് അവരുടെ ജീവിതത്തിലെ സന്തോഷം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് സന്തോഷിക്കുന്നത്? നിങ്ങളുടെ മക്കളെക്കുറിച്ചാണോ? നിങ്ങളുടെ വീടിനെക്കുറിച്ചാണോ? നിങ്ങളുടെ ദേശത്തെക്കുറിച്ചാണോ സന്തോഷിക്കുന്നത്? മറിച്ച് ആത്മസ്വഭാവമുള്ളവർ സന്തോഷിക്കുന്നത്
അവരുടെ വീടിനെ കുറിച്ചല്ല, അവരുടെ മക്കളെക്കുറിച്ചല്ല, അവരുടെ കുടുംബത്തെക്കുറിച്ചല്ല, അവരുടെ പശ്ചാത്തലത്തെക്കുറിച്ചല്ല. അവർ എപ്പോഴും സന്തോഷിക്കുന്നത് ദൈവത്തോടുള്ള ആ ജീവിതത്തെക്കുറിച്ചും അതേപോലെ അവർക്ക് ലഭിക്കാൻ പോകുന്ന നിത്യതയെക്കുറിച്ചുമാണ്. ഈ ഒരു കാഴ്ചപ്പാട് ഇല്ല എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവവചനത്തിന് അനുസൃതമാക്കി മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് റോമലേഖനം 8:6 വാക്യമായിരുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ഇന്ന് നമ്മൾ 7 വാക്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആകുന്നു. ഈ ഒരു വാക്ക് വളരെയധികം ശ്രദ്ധേയമാണ്. ശത്രുത്വമാകുന്നു. ശത്രു എന്നല്ല ഇവിടെ പറയുന്നത്, ശത്രുത്വമുള്ളതായിരിക്കുന്നു. എന്താ ശത്രുത്വം എന്ന് പറയുന്നത്? ശത്രുത്വം എന്ന് പറയുന്നത് അതൊരിക്കലും നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ നമുക്ക് അറിയാം, പരമ്പരാഗതമായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും നമ്മൾ വിളിക്കുന്ന ശത്രു രാജ്യം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളും നമ്മൾ അങ്ങനെ വിളിക്കുന്നില്ല. എന്നാൽ മറ്റു രാജ്യങ്ങൾ ചില സമയങ്ങളിൽ നമ്മളോട് ഓപ്പോസിറ്റായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാറുണ്ട്. പക്ഷേ ശത്രുത്വമുള്ള രാജ്യങ്ങളല്ല. ശത്രുത്വമുള്ള രാജ്യങ്ങൾക്ക് ഒരിക്കലും ആ ശത്രുത്വം മാറ്റുവാൻ കഴിയുന്നില്ല. നമ്മൾ ബദ്ധവൈരികൾ എന്നൊക്കെ പറയുന്ന വാക്കുകളുണ്ടല്ലോ. അപ്പോൾ അതുപോലെ ഈ ജഡത്തിന്റെ ചിന്ത എപ്പോഴും ദൈവത്തോട് ശത്രുത്വമാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിക്കരുത് നിങ്ങൾ ജഡപ്രകാരം ചിന്തിക്കുന്നതിനാൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. ഇല്ലില്ല, ഒരിക്കലുമില്ല. ജഡപ്രകാരം നിങ്ങൾ ജീവിച്ചാൽ ദൈവം നിങ്ങളോട് ശത്രുത്വമുള്ളതായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പല ആളുകളും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവരുടെ ജഡത്തിലൂടെയാണ്. അവർ ചിന്തിക്കുന്നു, ഇന്ന കാര്യം ഞങ്ങൾ ചെയ്താൽ ദൈവം ഞങ്ങളോട് കടപ്പെട്ടിരിക്കും. അതുകൊണ്ട് പലരും ഈ നേർച്ച എന്ന് പറഞ്ഞ് എടുക്കുന്നതായ പല തീരുമാനങ്ങളും ദൈവത്തിന്റെ ആ ചിന്തകൾക്ക് വിരുദ്ധമാണ്, ദൈവവിരുദ്ധമാണ്. അവർ പറയുന്നു, ദൈവമേ നീ എനിക്ക് ഇന്ന കാര്യം സാധിപ്പിച്ചു തന്നാൽ ഞാൻ പള്ളിക്ക് വേണ്ടി ഇന്നത് കൊടുത്തോളാം. വലിയൊരു ഓഫറായിരിക്കും കൊടുക്കുന്നത്. എനിക്ക് ഈ ലോട്ടറി അടിച്ചാൽ ഇതിൻ്റെ 50% ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി കൊടുത്തോളാം എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ദൈവം അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്നു. ദൈവത്തിന്റെ സ്വഭാവം അനുസരിച്ച് ദൈവം അത് അക്സെപ്റ്റ് ചെയ്യത്തില്ല. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തെ നമുക്കാർക്കും നമ്മുടെ തീരുമാനങ്ങൾ കൊണ്ട് മാറ്റുവാൻ കഴിയത്തില്ല. ചില ആളുകൾ പറയും, ദൈവമേ നീ എനിക്ക് ഇന്ന കാര്യം ചെയ്തില്ലെങ്കിൽ ഞാൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടും, ഞാൻ ആത്മഹത്യ ചെയ്യും എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട്. അപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണോ നിങ്ങൾ കരുതുന്നത്? നോ, ദൈവം അങ്ങനെ പ്രവർത്തിക്കില്ല. എന്തുകൊണ്ട് പ്രവർത്തിക്കത്തില്ല? ജഡസ്വഭാവമുള്ളവർ ദൈവത്തോട് ശത്രുക്കളാണ്. ജഡത്തിലൂടെ ദൈവത്തെ സ്നേഹിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ, ജഡത്തിലൂടെ ദൈവത്തെ നിങ്ങൾ അനുസരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളോട് ദൈവം ശത്രുത ഉള്ളവനാണെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു. അടുത്തതായിട്ട് ജഡത്തിന്റെ ചിന്തയുടെ മറ്റൊരു പ്രത്യേകത, ജഡത്തിന്റെ ചിന്തയ്ക്ക് ഒരിക്കലും ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടത്തില്ല, അതിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ഒരിക്കലും കീഴ്പ്പെടത്തില്ല ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന്. ദൈവത്തിന്റെ ന്യായപ്രമാണം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് അതൊരിക്കലും കീഴ്പ്പെടത്തില്ല. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, പല ആളുകൾക്കും വചനം വേണ്ട. സഭായോഗത്തിന് വേണ്ടി അവർ കടന്നു പോകുമ്പോൾ, പള്ളിയിൽ പോകുമ്പോൾ പോലും അവർ തിരുവചനം കൊണ്ടുപോകത്തില്ല. അവർക്ക് ബൈബിളിൽ നിന്നും നേരിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് താല്പര്യമുള്ളതല്ല. മറിച്ച് ഈ ലോകത്തെക്കുറിച്ചുള്ള, അതിൻ്റെ പ്രോമിസുകളെക്കുറിച്ചുള്ള, അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള ഒരു സന്ദേശമാണെങ്കിൽ അതവർക്ക് ഇഷ്ടമാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എല്ലാ ദിവസവും നിങ്ങൾ പ്രഭാത ധ്യാനം കേൾക്കുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് വ്യക്തിപരമായി ദൈവവചന വായനയും ധ്യാനവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിപ്പാനും നിത്യതയിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാനും കഴിയത്തുള്ളൂ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഈ ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതിനർത്ഥം നീ ഒരു ജഡമയന, ദൈവത്തോട് ശത്രുത്വമുള്ളതായൊരു വ്യക്തിയാണ്. പക്ഷേ എന്താണ് നമുക്ക് വേണ്ടത്? ഗലാത്യലേഖനം 5-ാം അധ്യായം അതിൻ്റെ 24-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു, ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. അതായത് കർത്താവ് യേശു ക്രിസ്തുവിൽ ശരിയായിട്ട് വന്നിട്ടുള്ള, യഥാർത്ഥ്യമായിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജഡത്തിൽ രാഗമോഹങ്ങൾ ഇല്ല. എന്താ ഈ രാഗമോഹങ്ങൾ എന്ന് പറയുന്നത്? ജഡത്തിൻ്റെ അഭിലാഷങ്ങൾ, ജഡത്തിൻ്റെതായിട്ടുള്ള ചിന്തകൾ, ജഡത്തിൻ്റെ വ്യാമോഹങ്ങൾ, ഇതൊന്നും അവരുടെ ആത്മീയ ജീവിതത്തെ സ്വാധീനിക്കത്തില്ല. കാരണം
അവർ ക്രൂശിക്കപ്പെട്ടപ്പോൾ, അഥവാ അവർ കർത്താവ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് യേശുക്രിസ്തുവിന്റെ മരണം, അടക്കം, പുനരുത്ഥാനത്തിൽ അവർ പങ്കാളികളായി തീർന്നപ്പോൾ അവർ ഈ ജഡത്തിന്റെ രാഗമോഹങ്ങളെയാണ് അവർ ക്രൂശിച്ചത്. നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് ഈ രാഗമോഹങ്ങൾ, അല്ലെങ്കിൽ ഈ ലോകത്തെക്കുറിച്ചുള്ള ഇഷ്ടങ്ങൾ, അതിൻ്റെതായിട്ടുള്ള വാഞ്ചകൾ, അതിനെക്കുറിച്ചുള്ളതായ മോഹങ്ങളാണ് നിങ്ങളെ പൂർണ്ണമായിട്ടും നയിക്കുന്നതെങ്കിൽ നിങ്ങൾ ക്രൂശിക്കപ്പെട്ടിട്ടില്ല. നിർഭാഗ്യവശാൽ ഞാൻ പറയട്ടെ, ഇന്ന് അനേക പ്രസംഗകരും പ്രസംഗിക്കുന്നത് ഈ ലോകത്തെക്കുറിച്ചും അതുപോലെ ഈ ലോകത്തിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഒക്കെയാണ്. അവർ പ്രസംഗിക്കുന്നത് ഈ ലോകത്തിൻ്റെ രാഗമോഹങ്ങളെക്കുറിച്ച് പ്രസംഗിക്കുന്നു. ആളുകൾക്ക് കേൾക്കേണ്ടതും ഇതുതന്നെയാണ്. രാഗമോഹങ്ങളാണ് അവർക്ക് കേൾക്കേണ്ടത്. ലോകം ഡിമാൻഡ് ചെയ്യുന്നത്, സഭ എന്ന പേര് പറയുന്നതായ കൂട്ടം പലപ്പോഴും ഡിമാൻഡ് ചെയ്യുന്നത് ഈ ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, അതല്ല നമുക്ക് വേണ്ടത്. നമ്മൾ വാസ്തവമായിട്ടും ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടെങ്കിൽ ഈ ലോകത്തിൻ്റെ ജഡ രാഗമോഹങ്ങൾ നമ്മെ ഒരിക്കലും നിയന്ത്രിക്കത്തില്ല. എന്ന് മാത്രമല്ല, ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കാനായിരിക്കും നമ്മളുടെ ഉദ്യമങ്ങൾ, നമ്മുടെ പരിശ്രമങ്ങൾ, നമ്മുടെ വാഞ്ച എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് ഈ വചനത്തിനുമാകെ നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം. ഈ വചനം കേൾക്കുന്ന ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആരെങ്കിലും തങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഒരു പരിവർത്തനത്തിന്, ഒരു മാറ്റത്തിന് അവർ ആഗ്രഹിക്കുന്നെങ്കിൽ വാസ്തവമായിട്ടും അങ്ങ് അവരെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ വേദവചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു ഓൾ.